തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന് റിപ്പോർട്ടർ വാർത്ത തന്നെയാണ് കൈത്താങ്ങായത്. ഞങ്ങൾക്ക് അതിൽ അഭിമാനവും സന്തോഷവും ഒക്കെയുണ്ട്. ഉഴമലയ്ക്കൽ സ്വദേശി വിനോദിന്റെ ബാധ്യത അടച്ചു തീർക്കാം എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തു. വാർത്ത പുറത്തെത്തിച്ച റിപ്പോർട്ടറിനും സഹായവുമായി എത്തിയ കേന്ദ്രമന്ത്രിക്കും കുടുംബം നന്ദി പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അധികൃതർ എത്താൻ വൈകിയതോടെ പ്രദേശത്തെ യുവജന സംഘടനാ പ്രവർത്തകർ പൂട്ടുപൊളിച്ചാണ് ആ കുടുംബത്തെ വീട്ടിൽ പ്രവേശിപ്പിച്ചത്. ലൈഫ് പദ്ധതിയിലാണ് ഉഴമലയ്ക്കൽ ചക്രമാണിപുരം സ്വദേശി വിനോദിന് 2017-18 കാലയളവിൽ വീട് അനുവദിച്ചത്. പദ്ധതി തുക തികയാതെ വന്നതോടെ 2.5 വർഷം മുൻപ് മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസിൽ നിന്നും 3.5 ലക്ഷം രൂപ ലോൺ എടുത്തു. തുടക്കത്തിൽ അടവ് കൃത്യമായിരുന്നുവെങ്കിലും ജോലിക്കിടെ വിനോദിന് പറ്റിയ അപകടം എല്ലാം തകിടം മറിച്ചു. ബാങ്കിലെ അടവ് മുടങ്ങി. അതൊടുവിൽ ജപ്തി നോട്ടീസ് വരെ എത്തി. പണം തിരിച്ചടയ്ക്കാൻ ജോലി തേടി വിനോദ് തൃശൂരിലേക്ക് പോയതിന് പിന്നാലെയാണ് ജപ്തി ഉണ്ടായത്. ഇതോടെ 5 സ്ത്രീകൾ മാത്രമുള്ള കുടുംബം പെരുവഴിയിലായി. മാറിയുടുക്കാനുള്ള തുണിയോ ജീവൻ നിലനിർത്താനുള്ള മരുന്നോ എടുക്കാൻ ഓമനയമ്മയ്ക്കും മക്കൾക്കും നേരം കിട്ടിയില്ല. 9ലും 12ലും പഠിക്കുന്ന കുരുന്നുകൾ സ്കൂളിൽ നിന്നെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. ഉറ്റവർ മുറ്റത്തിരുന്ന് കരയുന്നു. നല്ലപോലെ പറഞ്ഞ് നിങ്ങൾ ചെയ്യില്ലേ, ഞങ്ങൾ അടയ്ക്കാന്ന് പറഞ്ഞ അവർ കേട്ടില്ല. അവർ അടച്ചിട്ട് അവർ എല്ലാം പീസൊക്കെ ഊരിയിട്ടങ്ങ് പോയി. എല്ലാ സാധനവും വീട്ടിലാണ് കിടക്കുന്നത്. എല്ലാം ഞാനാണെങ്കിൽ സ്പ്രേ ആണ് അടിക്കുന്നത്. ശ്വാസം മുട്ടാണെങ്കിൽ ഇപ്പൊ മരുന്നടിച്ചില്ലെങ്കിൽ ഞാൻ കിടപ്പായി പോകും. വാർത്ത റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്നതിന് പിന്നാലെ ഇടപെടൽ. കുടുംബത്തിന്റെ കടം മുഴുവൻ അടച്ചു തീർക്കാമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസിൽ 4,48,838 രൂപയാണ് ആ കുടുംബം അടയ്ക്കേണ്ടിയിരുന്നത്. ആ കുടുംബത്തിന് ആ പൈസ അടച്ചു കൊടുക്കാമെന്ന് കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ സുരേഷ് ഗോപി നമ്മളെ വിളിച്ചറിയിച്ചിരുന്നു. കുടുംബത്തിന് അടിയന്തര സഹായം ഒരുക്കുമെന്ന റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ. എത്ര എമൗണ്ട് ആയാലും നമ്മൾ നാളെ രാവിലെ ബാങ്ക് തുറക്കുന്നതോടുകൂടി അടയ്ക്കും. ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി റെഡിയാണെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്രയാണോ തരുന്നത് അത്രയും പണം അടയ്ക്കാൻ തയ്യാറാണ്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഷോർട്ടേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ടർ TV അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ ഓമനാമ പൊട്ടിക്കരഞ്ഞു. റിപ്പോർട്ടറിനും സുരേഷ് ഗോപിക്കും നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞു. നല്ല സന്തോഷമായി. എന്റെ വീട് തുറന്നു തന്നു, ബാങ്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു, കടം തീർക്കാനുള്ള സാർ കൊടുത്തു. നല്ല സന്തോഷമായി. എനിക്ക് വേറെ ഒന്നും വേണ്ട, തിന്നാനും കുടിക്കാനും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വീട് തിരിച്ചു കിട്ടി. ബാങ്ക് അധികൃതർ വരാൻ വേണ്ടി നാട്ടിലെ യുവാക്കൾ കാത്തില്ല. പൂട്ടുപൊളിച്ച് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുടുംബത്തെ സുരക്ഷിതരാക്കി. നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങൾ പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങൾ നിയമപരമായി തുറക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറാണെന്ന് നിങ്ങളോട് പറയൂ. നിയമപരമായി തുറക്കാൻ ഇവിടുത്തെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണിത്. ബാങ്ക് ഈ പൂട്ട് തല്ലിപ്പൊളിക്കുകയാണ് ഇവർ. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വാതിൽ തുറന്നു, പൂട്ട് തുറന്ന്. 1 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് ആഹാരം കഴിക്കാതെ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ബാങ്ക് അധികൃതർ എന്ത് ലോൺ എടുത്തു എന്നതിന്റെ പേരിൽ തെമ്മാടിത്തരം കാണിക്കുന്നത് ശരിയായ രീതിയല്ല. മുത്തൂറ്റല്ല, എത്ര വലിയ കോർപ്പറേറ്റുകാർ ഈ ബാങ്കുകാരിനകത്ത് വന്നാലും വളരെ കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ ഈ നാടിനകത്ത് യുവത്വം ഉണ്ടാവും. ഇന്ന് പണം തിരിച്ചടയ്ക്കുന്നതോടെ ഈ കുടുംബത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ബാധ്യതയും ഒഴിയും. ഇനി മുതൽ സമാധാനത്തോടെ ആരെയും ഭയപ്പെടാതെ ഓമനാമ്മയ്ക്കും കുടുംബത്തിനും സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.